നമസ്കാരം, എൻ്റെ പേര് ലീജ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള മുട്ടത്തോരൻ അഥവാ മുട്ട ഉപ്പേരിയുടെ റെസിപ്പിയാണ്. പുതിനയിലയുടെ ഫ്ലേവറിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഈ 5 മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണോളം എണ്ണയാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഒരു 3 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ അല്പം വലുപ്പത്തിൽ തന്നെയാണ് മുറിച്ചിരിക്കുന്നത്. തീരെ പൊടിയായിട്ടാണ് അരിയാൻ താല്പര്യമെങ്കിൽ അതുപോലെ അരിഞ്ഞ് ചേർക്കുക. അതിനോടൊപ്പം തന്നെ അല്പം കറിവേപ്പില, ഒരു 3 പച്ചമുളക് നെടുകെ കീറിയതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ അല്പം പുതിനയില ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ചെറിയ കപ്പിന് 1 കപ്പ് പുതിനയിലയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നുമെങ്കിലും ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ചുരുങ്ങി ചെറുതാവും. പിന്നെ ഇതിൻ്റെ ഫ്ലേവർ അങ്ങോട്ട് ഒരുപാട് മുന്നോട്ട് നിൽക്കുകയില്ല. അതുകൊണ്ട് ഒരല്പം അധികം തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത്. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ 1 ടീസ്പൂണോളം ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 3/4 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഉള്ളിയെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അല്പം വലിപ്പമുള്ള പാനാണെങ്കിൽ സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് ഉള്ളി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ ഉള്ളി എടുത്ത് ആ മുട്ടയുടെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം ആയത് കാരണം ഈ സൈഡിലുള്ള ഉള്ളി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒന്ന് തിക്കായ ശേഷം മുട്ടയുടെ കൂട്ടൊന്ന് കട്ടിയായതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. ആദ്യമേ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ മുട്ടയുടെ കഷ്ണങ്ങളങ്ങ് തീരെ പൊടിയായി പോവും. ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഒരു 3 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്ത് തയ്യാറാക്കി എടുക്കുക. ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഉള്ളി വലുപ്പത്തിൽ ഇട്ടത് കാരണം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നന്നായിട്ട്. ഇടയ്ക്ക് വെച്ചൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പം ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഒരു തവണ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക.